Hi everyone, this is Yepin Say from Evika. അങ്ങനെ നമ്മുടെ iOS 17.5-ൻ്റെ ബീറ്റ 3 ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 478 MB-ലാണ് എൻ്റെ ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 600 MB വരെ ആയിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിൾ കുറേയധികം പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബീറ്റ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ എന്തായാലും ആ ഒരു ബീറ്റാസ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 17.5 25F5063F എന്ന് ഈ ഒരു ആൽഫബറ്റ് എയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് നമുക്ക് പറയാൻ പറ്റുക. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേഷനിൽ 15 സീരീസ് ഓർ ലേറ്ററിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 15 ഓർ ലേറ്റർ സീരീസ് ഉപയോഗിക്കുന്ന കൂട്ടുകാരെ ബീറ്റ യൂസർ ആണെങ്കിൽ അവർക്ക് മോഡേൺ ഫേംവെയർ അപ്ഡേറ്റായി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കിട്ടാനും ചാൻസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ iOS 17.5-ൽ EU അതായത് യൂറോപ്യൻ യൂണിയനിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന എല്ലാ കൂട്ടർക്കും സെറ്റിങ്സിൽ താഴത്തേക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ആപ്പ് സ്റ്റോറിൻ്റെയും വാലറ്റിൻ്റെയും നടുക്കായിട്ട് ആപ്പ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ ഫോണിൽ ഇതേപോലെ ആപ്പ് ഇൻസ്റ്റലേഷൻ ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ ഈ പറയുന്ന മാർക്കറ്റ് പ്ലേസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് പേപാൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷൻ കാണാം. അതേപോലെ മാർക്കറ്റ് പ്ലേസ് വരുന്നത് ആപ്പ് സ്റ്റോറാണ്. മാർക്കറ്റ് പ്ലേസ് ഡെവലപ്പർ എന്ന് പറയുന്നത് ആപ്പിളാണ്. ഇതേപോലെ നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏത് സ്ഥലത്ത് നിന്നത് ഏത് മാർക്കറ്റ് പ്ലേസ് ആണ്, ഏതെങ്കിലും ആപ്ലിക്കേഷൻ സൈറ്റാണോ അല്ലെങ്കിൽ ഇതേപോലെ ആപ്പ് സ്റ്റോറാണോ സ്പെസിഫൈ ചെയ്യുന്ന ആ ഒരു മാർക്കറ്റ് പ്ലേസ് നിങ്ങൾക്കറിയാൻ പറ്റും. ആ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ ഡെവലപ്പർ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രൗസറാണോ അല്ലെങ്കിൽ ഇതേപോലെ ആപ്പ് സ്റ്റോറാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഫയലാണോ എന്നുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഡെവലപ്പറിൻ്റെ മാർക്കറ്റ് പ്ലേസും നിങ്ങൾക്ക് ഇനി മുതൽ അറിയാൻ പറ്റുന്നതാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ സെറ്റിങ്സിൽ ഈ പറയുന്ന ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡിലാണ്. ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡിൽ നമുക്ക് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ കാണിട്ട് താഴത്തേക്ക് പോവുക. ഇവിടെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓൺ ആണെന്ന് കരുതുക. നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും എവേ ഫ്രം ഫെമിലിയർ ലൊക്കേഷൻ എന്നുണ്ട്. എൻ്റെ ഫെമിലിയർ ലൊക്കേഷനായ വർക്ക്, അതേപോലെ വീട്, പിന്നെ കുറച്ചധികം സ്ഥലങ്ങളിൽ ഞാൻ ഇത് ഫെമിലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓൾവേസ് ഇടുകയാണെങ്കിൽ ഞാൻ ആ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ പറഞ്ഞ ഫേസ് ഐ ഡിയും ബാക്കിയുള്ള ഡിലേയും ഇവിടെ ചോദിക്കുന്നതാണ്. ഇവിടെ സെക്യൂരിറ്റി ഡിലേ നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഈ സെക്യൂരിറ്റി ഡിലേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് എനിക്ക് ഈ ഒരു ഡിവൈസിൻ്റെ സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുമ്പോൾ ഈ ഒരു സെക്യൂരിറ്റി ഡിലേ നമുക്ക് വരാതിരിക്കാനുള്ള കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ചെറിയ അപ്ഡേഷനും ഈ പറയുന്ന സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ കോഡിങ്ങിൽ വന്നിരിക്കുന്ന കുറേയധികം മാറ്റങ്ങളാണ്. ഈ ഒരു അപ്ഡേഷനിലും നമുക്ക് വന്നിരിക്കുന്ന പുതിയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ആപ്പിളിൻ്റെ ഐഫോണിലും അതേപോലെ തന്നെ നമ്മുടെ മാക്ബുക്കിലും ഉള്ള ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഐപാഡിൽ മാത്രം നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ iPadOS 18-ൽ നമുക്കൊരു കാൽക്കുലേറ്റർ വരുമെന്നാണ്, ഐപാഡിലേക്ക് വരുമെന്നാണ് നമുക്ക് കിട്ടുന്ന ആ ഒരു കോഡിങ്ങിൻ്റെ റിവ്യൂ എന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ നമുക്ക് പുതിയ ഒരു ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഐപാഡിൻ്റെ ഇവൻറ്റും ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമയം അനുസരിച്ച് 7:30 മണി രാത്രി 7:30-ക്കാണ് ഈ പറയുന്ന മെയ് 7-ാം തീയതി ഇവൻറ്റ് വരാൻ പോകുന്നത്. നിങ്ങൾ ഓരോ രാജ്യത്തായിരിക്കും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ UK-യിലേക്കായിരിക്കും, അല്ലെങ്കിൽ സ്പെയിനിലായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രസീലിലോ വേറെ എവിടെയായാലും ഓരോ സ്ഥലത്തും ഓരോ സ്പെസിഫൈഡ് ടൈം ആയിരിക്കും ഈ പറഞ്ഞ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൺട്രിയിൽ നടക്കാൻ പോകുന്ന ആ ഒരു ഇവൻറ്റിൻ്റെ സമയം എപ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഏത് ടൈമിലാണ് നിങ്ങളുടെ സ്ഥലത്ത് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. സോ ആ ഒരു ഇവൻറ്റ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷനും നമ്മുടെ ഈ പറഞ്ഞ ആപ്പിളിൻ്റെ പുതിയ അപ്ഡേഷൻ്റെ കോഡിങ്ങിൽ വന്ന ആ ഒരു പുതിയ മാറ്റമാണ്.
ഇനി നമ്മുടെ ഈ അപ്ഡേഷനിലും ആപ്പിൾ വരുത്താത്ത കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമതാണ് നമ്മുടെ ഈ പറയുന്ന സ്റ്റോപ്പ് വാച്ച് ഓൺ ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഡൈനാമിക് ഐലൻഡുള്ള ഡിവൈസിലേക്കാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഡൈനാമിക് ഐലൻഡിലേക്ക് പോകുന്നില്ല. ആ ഒരു ഓപ്ഷൻ ഇല്ലായ്മ ഇപ്പോഴും iOS 17.5 ആയിട്ടും ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടില്ല. അതേപോലെ ആപ്പിൾ മ്യൂസിക്കിൻ്റെയും ചെറിയൊരു വ്യത്യാസം ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടില്ല. കാരണം നമ്മുടെ ഹോം പോഡായിട്ടുള്ള ഷെയർ പ്ലേ ബ്ലൂടൂത്ത് ഡിവൈസ് ആയിട്ടുള്ള, അതായത് ചെറിയ ബ്ലൂടൂത്ത് ഡിവൈസ് സ്പീക്കേഴ്സ് ആയിട്ടുള്ള ആ ഒരു ഷെയർ പ്ലേയും ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിലും ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഇനി നമ്മുടെ iOS 17.5 ബീറ്റ 3 റിലീസ് നോട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകാം. ഇവിടെ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പിൽ ജസ്റ്റ് ഒന്ന് റീസെൻ്റ് ആക്ടിവിറ്റി നോക്കാം. ഈ റീസെൻ്റ് ആക്ടിവിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും iPadOS iOS 17.5 ബീറ്റ 3 എന്ന്. അത് ടാപ്പ് ചെയ്യാം. ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സസിബിലിറ്റിയിൽ റിസോൾവ് ഇഷ്യൂ കാണുന്നുണ്ട്. അതേപോലെ ആപ്പ് ട്രാക്കിംഗ് ട്രാൻസ്പെറൻസിയിൽ ഒരു റിസോൾവ് ഇഷ്യൂ കാണുന്നുണ്ട്. കോർ മോഷനിൽ കുറച്ച് 3 പുതിയ ഫീച്ചേഴ്സ് കാണുന്നുണ്ട്. ഈ സിമ്മിൽ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ആപ്പിൾ യൂണിവേഴ്സൽ ലിങ്ക് ഫോർ ഇ സിം എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ അമേരിക്കയിലെ എല്ലാ ഡിവൈസിലും ഇ സിം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു ഇ സിമ്മിൻ്റെ ട്രാൻസ്ഫറിങ് പ്രൈമറി സിം ആയാലും സെക്കൻഡറി സിം ആയാലും ഈസി ആയിട്ടുള്ള ട്രാൻസ്ഫറിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാത്തിനായിട്ട് ഒരു പുതിയ യൂണിവേഴ്സൽ ലിങ്ക് ആപ്പിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓപ്ഷൻ്റെ പുതിയ മാറ്റവും നമ്മുടെ ഇ സിം യൂസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് iOS 17.5 വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഓരോ കാര്യങ്ങളും റിസോൾവ്ഡ് ഇഷ്യൂ ആയാലും നോൺ ഇഷ്യൂ ആയാലും നമുക്ക് വാൾപേപ്പറിൽ ഇപ്പോഴും ഒരു നോൺ ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ആഡ് ന്യൂ വാൾപേപ്പർ ഷീറ്റ് ഡസ് നോട്ട് ലോഡ് എനി കോണ്ടന്റ് ആഫ്റ്റർ റീസ്റ്റോറിങ് ഡിവൈസ്. ഇങ്ങനെ ഒരു ചെറിയ 2 ബഗ്ഗുകൾ നമ്മുടെ വാൾപേപ്പറിൽ കിടക്കുന്നുണ്ട്. ഇതേപോലെ ഓരോ വട്ടവും ആപ്പിൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ അപ്ഡേഷനിലും എന്തൊക്കെ മാറ്റങ്ങളും അതേപോലെ എന്തൊക്കെ ബഗ് ഫിക്സസും എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് കറക്റ്റായിട്ട് ഒരു യൂസറിന് മനസ്സിലാവും. ഇനി ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലീസ് നോട്ടിലില്ലാത്ത ഒരു ബഗ്ഗോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർഫോമൻസ് ഇഷ്യൂ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീഡ്ബാക്ക് ആപ്പിൽ ഫീഡ്ബാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തായാലും നിങ്ങൾ ചെയ്യുക. കാരണം ഈ ഓരോ ഫീഡ്ബാക്കും അനുസരിച്ചാണ് ആപ്പിൾ ഓരോ അപ്ഡേഷനും മാക്സിമം റിസോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന പെർഫോമൻസ് ബൂസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ബീറ്റ 2 നിന്ന് ബീറ്റ 3 വന്നപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായ പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ആ ഒരു സ്മൂത്ത്നെസ്സും ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ എനിക്ക് ഈ ഒരു ആപ്പ് സ്വിച്ചിങ്ങിന് ബാക്കിയൊന്നും വരുന്നില്ല. ഇനി ഹീറ്റിംഗ് ആൻഡ് ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി അത്യാവശ്യം നല്ല ഡ്രെയിൻ ഔട്ടാണ്. നേരെ ബാറ്ററി ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ബാറ്ററിയുടെ ഹെൽത്ത് സർവീസാണ് കാണിക്കുന്നത്. ഈ പറഞ്ഞ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 77 ആയിരുന്നു ലാസ്റ്റ് വീക്കിൽ. ഇപ്പോൾ 76 ആയിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഒരു ബാറ്ററി ഇല്ല. എന്നാലും ഞാൻ രാവിലെ കുത്തിയിട്ട ഒരു ഉച്ച കഴിയുന്നവരെ എൻ്റെ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററി അത്യാവശ്യം യൂസ് ചെയ്താലും എനിക്ക് ലഭിക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 7 മണിക്കൂറും 23 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കൂറും 36 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ ഡിവൈസ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബാക്ക്ഗ്രൗണ്ടിലും ഞാൻ ഈ പറയുന്ന യൂട്യൂബും മ്യൂസിക്കും പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാമും നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും ബാക്കി സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റും എൻ്റെ ഡിവൈസിൽ ഞാൻ നല്ല രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ഈ പറഞ്ഞ 7 hours സ്ക്രീൻ ഓൺ ടൈം ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ബാറ്ററിയിൽ ഈ ഒരു ഡിവൈസ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റൺ ചെയ്യുന്നുണ്ട്. ഇനി iOS 17.5 ബീറ്റ 4 അതേപോലെ ഒഫീഷ്യൽ അപ്ഡേറ്റും എന്നായിരിക്കും ചോദിച്ചാൽ നേരെ നമ്മുടെ ഈ പറഞ്ഞ കലണ്ടർ ആപ്പിലേക്ക് പോകാം. ഒന്നെങ്കിൽ ഈ പറയുന്ന മാസം 30 അല്ലെങ്കിൽ മെയ് 1 ആയിരിക്കും ആപ്പിളിൻ്റെ iOS 17.5 ബീറ്റ 4 വരാനുള്ള ചാൻസ്. കാരണം ഇപ്പോൾ ആപ്പിൾ കറക്റ്റ് വീക്ക്ലി സൈക്കിളിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വീക്കാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ മെയ് 7 നമ്മുടെ ഈ പറഞ്ഞ ഐപാഡിൻ്റെ ഒരു ഇവൻറ്റ് വരുന്നുണ്ട്. ഈ പറഞ്ഞ മെയ് 7 തന്നെയായിരിക്കും മിക്കവാറും നമുക്ക് iOS 17.5 ഒരു RC റിലീസും നമുക്ക് കാണാൻ പോകുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ മെയ് മിഡൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു 14-15 ആകുമ്പോഴായിരിക്കും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റും ലഭിക്കാനുള്ള ചാൻസ്. അതിനുശേഷം നമ്മുടെ ജൂണിൽ 10 ആയിരിക്കും ഈ പറഞ്ഞ iOS
8ൻ്റെ ബീറ്റ 1ഉം നമുക്ക് ലഭിക്കാനുള്ള ചാൻസ്. സോ ഈ ഒരു ചാൻസ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOSൻ്റെ പുതിയ പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ മാറാം, ചിലപ്പോൾ ഈ പറഞ്ഞ പ്രെഡിക്റ്റഡ് ഡേറ്റിൽ തന്നെ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iOS 17.5ൻ്റെ ബീറ്റ 3ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ പുതിയ കാര്യം അറിയാണ്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലും നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ എന്തായാലും ജോയിൻ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഫോർ വീഡിയോ. ദിസ് ഈസ് Xavier signing from Evika.